ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് 60% അറിയില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 60% ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സെൻറ്റൻസ്, നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന ഈ സെൻറ്റൻസ് ഒരു വ്യക്തിയോട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കൂ. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക എഴുതി നോക്കാനാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സെൻറ്റൻസ് പഠിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. 10 സെക്കൻഡ് ഞാൻ സമയം തരുന്നു. നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന സെൻറ്റൻസ് ഒന്ന് എഴുതി നോക്കൂ. അതിനുശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണൂ. നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഇംഗ്ലീഷിൽ എഴുതാൻ ഒരു സ്റ്റുഡൻറ്റിനോട് ആവശ്യപ്പെട്ടാൽ സാധാരണ അവർ എഴുതുന്ന സെൻറ്റൻസുകളാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലാകെ ഒരേ ഒരു സെൻറ്റൻസ് മാത്രമാണ് ശരിയായ സെൻറ്റൻസ്. ആ സെൻറ്റൻസ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആണ്. ഹാവ് യു എവർ സീൻ മീ? ഹാവ് യു എവർ സീൻ മീ? ഈ ഒരു ചോദ്യം മാത്രമാണ് ശരി. എന്തുകൊണ്ട് ഈ നിയമം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ മീ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ നിയമം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ വ്യക്തി ജനിച്ച സമയം മുതൽ ഈ സെക്കൻഡ് വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മളെ കണ്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞുപോയ കാര്യമാണ്. കഴിഞ്ഞുപോയ കാര്യമാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഡിഡ് അല്ലെങ്കിൽ ഹാവ് ഹാസ് ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടോപ്പിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു സെൻറ്റൻസിന് ഈ സെക്കൻഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് ക്ലിയർ പാസ്റ്റ് സിറ്റുവേഷൻ അല്ല. അത്തരം സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഡിഡ് ഉപയോഗിക്കരുത്. പ്രസൻറ്റ് പാസ്റ്റ് കോമ്പിനേഷനാണിത്. നമ്മൾ സംസാരിക്കുന്ന സമയവുമായി കണക്ഷനുള്ള പാസ്റ്റ് കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കേണ്ട ടോപ്പിക് ഹാവ് ആണ്. ഇത് ബേസിക് മുതൽ പഠിച്ചു വന്നാലാണിത് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നുകൂടി വ്യക്തമായി ഞാൻ പറയാം. നിങ്ങൾ ജനിച്ച സമയം മുതൽ ഈ സെക്കൻഡ് വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നാണ് ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നത്. ഇത് പാസ്റ്റ് കാര്യമാണ് ചോദിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു സെൻറ്റൻസിന് ഈ സെക്കൻഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ്. ഹാവ് എന്ന ഓക്സിലറി വെർബിന് ശേഷം യു എന്ന സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ യു എന്ന സബ്ജക്റ്റ് അവിടെ ഉപയോഗിക്കണം. അതിനുശേഷം എവർ എന്ന വാക്ക് ഉപയോഗിക്കണം. ഹാവ് യു എവർ? ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട വെർബിൻ്റെ തേർഡ് ഫോം ആണ്. സി എന്ന വെർബിൻ്റെ തേർഡ് ഫോം ആണ് സീൻ. സി, സോ, സീൻ. തേർഡ് ഫോം ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. സി എന്ന വെർബിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സീൻ. ഈ സെൻറ്റൻസുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. ഡ്രൈവ് എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ് ഡ്രിവൺ. ബി എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ് ബീൻ. ഇതെല്ലാം വെർബിൻ്റെ തേർഡ് ഫോമാണ്. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഉറക്കെ വായിക്കാം. നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ മീ? 3 തവണയെങ്കിലും നമ്മൾ ഈ സെൻറ്റൻസ് ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഹാവ് യു എവർ സീൻ മീ? ഹാവ് യു എവർ സീൻ മീ? ഇങ്ങനെ എല്ലാ സെൻറ്റൻസുകളും 3 മുതൽ 10 തവണയെങ്കിലും നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. നീ എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ഡ്രിവൺ? ഇനി നമുക്കറിയാം, ഈ ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 500 വെർബുകൾ അറിയാമെങ്കിൽ 500 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായി ചോദിക്കാൻ സാധിക്കും. നീ എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ഡ്രിവൻ? നീ എപ്പോഴെങ്കിലും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ പ്ലേഡ് ക്രിക്കറ്റ്? നീ എപ്പോഴെങ്കിലും ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ഡാൻസ്ഡ്?
ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ടോപ്പിക്കാണ്. ഇതുപോലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ബേസിക് മുതൽ നമ്മൾ പഠിച്ച് വരേണ്ടതുണ്ട്. ഏറ്റവും ബേസിക് ലെവൽ വീഡിയോ മുതൽ നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്ക് 3 ലെവൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആണുള്ളത്. ബേസിക് ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിൻ്റെ സാമ്പിളാണ്. ഇത് പോലും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ലെവൽ വീഡിയോ മുതൽ കാണണം. എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വെർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്, നൗൺ എന്താണ്, വെർബിന് എത്ര ഫോംസ് ഉണ്ട്, ഇതെല്ലാം ബേസിക് മുതൽ നമ്മൾ അറിഞ്ഞ് വരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് ബേസിക് ക്ലാസ് ആണ് ആവശ്യപ്പെടേണ്ടത്. 60% ഇംഗ്ലീഷ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഈ 60% ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ പോലെയുള്ള കൊച്ചു നിയമം മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള 50 വ്യത്യസ്തമായ സെൻറ്റൻസുകളുടെ നിയമം നമ്മൾ മനസ്സിലാക്കണം. ആ 50 വ്യത്യസ്തമായ നിയമങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളത് നിങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു തരും. ഏറ്റവും ബേസിക് മുതലാണ് ഇത് പഠിച്ചെടുക്കേണ്ടത്. 60% ഇംഗ്ലീഷ് എങ്കിലും നമുക്ക് നിർബന്ധമായും വേണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടേക്കാം. റെക്കോർഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 3 ലെവൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. ബേസിക് ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ. അത് ഏതാണെന്നുള്ള തീരുമാനം എടുക്കുക. 1000 രൂപ നിങ്ങൾ അടച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ആരംഭിക്കാൻ സാധിക്കും. അനുയോജ്യമായ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഏത് ലെവൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിലും ഒരു മാസത്തേക്ക് 1000 രൂപ മാത്രമാണ് ചിലവ്. തീരുമാനം പെട്ടെന്ന് എടുക്കൂ. താങ്ക് യു.